എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളമാണ്. ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 271/2025 ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ്. സ്റ്റേറ്റ് വൈഡ് ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 3/1/2026 സാറ്റർഡേ ആണ്. അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് 20/12/2025 കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 23/10/2025 മുതൽ 11/11/2025 വരെയാണ്. ഇതിൻ്റെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് OMR അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം ആണ്. മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ ടൈപ്പിസ്റ്റിൻ്റെ ആ ഒരു സിലബസ് പോലെ തന്നെയാണ്. മലയാളം മാത്രമേ മലയാളത്തിലുള്ളൂ. പാർട്ട് 4 മലയാളം ലാംഗ്വേജ് മാത്രമേ മലയാളത്തിലുള്ളൂ. ബാക്കിയൊക്കെ ഇംഗ്ലീഷാണ്. ഡ്യൂറേഷൻ 1 മണിക്കൂർ 30 മിനിറ്റാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 2492 പേരാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കൺഫർമേഷൻ കൊടുക്കാത്തവർ തീർച്ചയായിട്ടും കൊടുക്കുക. നവംബർ 11 വരെ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുന്ന സിലബസ് എന്താണ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ എത്ര ഒഴിവുണ്ടായിരുന്നു, എത്രയാണ് ശമ്പള സ്കെയിൽ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഒഴിവ് എന്ന് പറയുന്നത് 1 സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 വരെയാണ്. പിന്നെ 18 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പാസിംഗ് SSLC എക്സാമിനേഷൻ മസ്റ്റ് ഹാവ് പാസ്ഡ് ടെക്നിക്കൽ എക്സാമിനേഷൻ ഇൻ മലയാളം ഷോർട്ട് ആൻഡ് ലോവർ കണ്ടക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് മദ്രാസ് or the government of Kerala or any examination declared to be its equivalent should pass Malayalam typewriting lower. Malayalam typewriting Malayalam short and lower ആണ്. Those who are to be appointed as junior reporters in language other than English must have those language as their mother tongue or acquired proficiency equivalent to SSLC standard in those languages. അതായത് ഇതിൽ മലയാളം, അതായത് ഇംഗ്ലീഷ് റിപ്പോർട്ടർ ഗ്രേഡ് ഇംഗ്ലീഷിലേക്ക് അല്ലാത്തവർ ഏത് ഇതിലേക്കാണോ വരുന്നത് അത് മദർ ടങ് ആയിരിക്കണം, അല്ലെങ്കിൽ SSLCക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി വേണം എന്നാണ് പറയുന്നത്. മസ്റ്റ് ഹാവ് ദ മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണം. അതുപോലെ ഷോർട്ട് ആൻഡ് ഹയർ കമ്പൽസറി ആണ്. അപ്പോൾ ഇതിന് ഷോർട്ട് ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. അതായത് ഈ ഷോർട്ട് ആൻഡ് ഗ്രേഡ് 1 പ്രൊമോഷൻ, ആ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഹയർ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ ഇതിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ആൾക്കാർ പാസ്സാവേണ്ട ടെസ്റ്റുകൾ സ്റ്റാൻഡേർഡ് 1 and 2 സ്പീഡ് ഇൻ ദ ലാംഗ്വേജ് ഇൻ വിച്ച് ഹി ഹാസ് ടു റിപ്പോർട്ട് വിത്തിൻ ദ പീരിയഡ് ഓഫ് പ്രൊബേഷൻ. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് വിത്തിൻ ദ പീരിയഡ് ഓഫ് പ്രൊബേഷൻ. എഫിഷ്യൻസി ടെസ്റ്റ് വൺസ് ഇൻ എവറി 2 years until he acquires experience of 10 years in reporting work as a member of the bureau after passing the standard 2 speed test. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇത് നോക്കാം, അതായത് എന്താണ് സിലബസ് എന്നുള്ളത് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് റിപ്പോർട്ടർ ഗ്രേഡ് 2 മലയാളം ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ എക്സിക്യൂട്ടീവ് ഫോഴ്സ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 271/2025. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 10 മാർക്ക്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 40. ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്. മലയാളം 20 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കാണ്. പാർട്ട് 1 ജനറൽ നോളജ് 10 മാർക്കിൻ്റെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, റിനേസൻസ് ഇൻ കേരള, ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ്, മൂവ്മെൻറ്റ്സ്, ലീഡേഴ്സ്. കറണ്ട് അഫയേഴ്സ്, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്, വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്. നമ്മൾ ആ ടൈപ്പിസ്റ്റിന് അതേ പോസ്റ്റുകൾ അതേ ഒരു സിലബസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്. ഹിസ്റ്ററി ഓഫ് ടൈപ്പ് റൈറ്റർ, കീസ് ഓഫ് ടൈപ്പ് റൈറ്റർ, പാർട്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ക്ലീനിങ് എ ടൈപ്പ് റൈറ്റർ, റോക്ക് ആൻഡ് മെക്കാനിസം, ഡോഗ് ബ്ലോക്ക്, മൂവ്മെൻറ്റ്സ് ഓഫ് ടൈപ്പ് റൈറ്റർ, ഒഫീഷ്യൽ അബ്രീവിയേഷൻ, ഫങ്ഷൻസ് ഓഫ് ടൈപ്പ് റൈറ്റർ, സിംബൽസ്. പാർട്ട് 4 മലയാളം 20 മാർക്സ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. കോംപ്രിഹെൻഷൻ പാസേജ് മൊഡ്യൂൾ 1, എഡിറ്റിംഗ് മൊഡ്യൂൾ 2, എഡിറ്റിംഗ്, ക്യാപിറ്റലൈസേഷൻ, പങ്ക്ച്വേഷൻ, സെൻറ്റൻസ് കറക്ഷൻ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, പിന്നെ ഇംഗ്ലീഷ് ഡേ ടു ഡേ അഫയേഴ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ, ബേസിക് ഗ്രാമർ. മൊഡ്യൂൾ 6 ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്സ്. മൊഡ്യൂൾ 7 വോയിസ്. മൊഡ്യൂൾ 8 റിപ്പോർട്ടർ സ്പീച്ച്. മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്. ഓക്കെ,
അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇതിൽ വരുന്നത്. നമ്മൾ ആ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ അതേ സിലബസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറഞ്ഞ ആൾക്കാർ മാത്രമേ എക്സാം എഴുതുന്നുള്ളൂ. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഒരു മാറ്ററാണ്. അപ്പോൾ ടോട്ടൽ 2492 പേരാണ് എക്സാം എഴുതുന്നത്. ശനിയാഴ്ചയാണ് എക്സാം വരുന്നത്. അപ്പോൾ ഇവിടെ സമയം കൊടുത്തിട്ടില്ല, എത്ര മണി തൊട്ടാന്നുള്ളത് കൊടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പോസ്റ്റാണ്, നല്ല ബെനിഫിറ്റുള്ള ഒരു പോസ്റ്റാണ്, കുറച്ച് നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഈ സെയിം സിലബസ് തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.